നിൽക്കുന്നത് ട്രിവാൻഡ്രം കുടപ്പനക്കുന്നിലാണ്. എൻ്റെ തൊട്ട് പുറകിൽ കാണുന്ന വീട് ഒരു 3-4 യൂണിറ്റ്സ് സ്റ്റാക്ക് ചെയ്തൊരു പ്രത്യേക ഡിസൈനാണ്. ഒരു കണ്ടംപററി മിനിമലിസ്റ്റിക് സ്റ്റൈൽ വീടാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് ആണ് കാണാൻ പോകുന്നത്. വെൽക്കം ടു ഹോം ടോക്സ്. ദിസ് ഇസ് കൃഷ്ണേന്ദു. അപ്പോൾ പറഞ്ഞ പോലെ ഈ വീടിനൊരു 3-4 കാര്യങ്ങൾ ഡിസൈൻസ് ഇങ്ങനെ സ്റ്റാക്ക് ചെയ്തൊരു കണ്ടംപററി ഡിസൈൻ ആണ് ഫോളോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ആനന്ദിനോട് ചോദിക്കാം. ആനന്ദാണ് ഈ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. തളർ ഡിസൈൻ സ്റ്റുഡിയോയുടെ ഹെഡാണ് ആനന്ദ്. യെസ് ആനന്ദ്, മഴയാണ്, നമുക്ക് അകത്ത് നിന്ന് സംസാരിക്കാം. ഹായ് ആനന്ദ്. അപ്പോൾ എങ്ങനെയായിരുന്നു ഈ പ്ലോട്ടും കൺസ്ട്രക്ഷനും മൊത്തത്തിൽ? കാര്യം ഇത് കയറുമ്പോൾ തന്നെ കുറച്ച് ചാലഞ്ചസ് ഉണ്ടായിരുന്ന ഒരു പ്ലോട്ടാണെന്ന് മനസ്സിലാവും കട്ട് ചെയ്തിരിക്കുന്നത് കാണുമ്പോൾ. അപ്പോൾ നമുക്ക് അതെല്ലാം സ്റ്റാർട്ട് ചെയ്യാം. ഇത് മൊത്തത്തിൽ 6 സെന്റ് പ്ലോട്ടാണ് വരുന്നത്. പക്ഷേ ക്ലയൻസിന്റെ റിക്വയർമെന്റ് ഒരു 2500 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു 4 ബെഡ്റൂം ഉള്ള വീടായിരുന്നു ക്ലയൻസിന്റെ റിക്വയർമെന്റ് വരുന്നത്. പിന്നെ അവരുടെ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് അവരുടെ റിക്വയർമെന്റ് നല്ലപോലെ ഫ്രണ്ടേജ് വേണം, കാർ പാർക്കിംഗ് സ്പേസ് വേണം. പിന്നെ അവിടെ പ്രത്യേക റിക്വയർമെന്റ് ആയിരുന്നു കാറ് വീടിന്റെ ഫ്രണ്ടിൽ മുറ്റത്ത് കിടക്കരുത്, കുറച്ചൊന്ന് ഒതുങ്ങി മാറി അപ്പുറത്തെ സൈഡിലൊരു ഗ്യാരേജിൽ കിടക്കണം എന്നുള്ളൊരു റിക്വയർമെന്റ്. കാരണം ഫ്രണ്ടിൽ വണ്ടി കിടക്കുമ്പോഴത്തേക്കും എപ്പോഴും അതിൻ്റെ ഓയിലിൻ്റെ സ്മെല്ലും പിന്നെ അതിന് ക്ലീൻ ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന ഇതൊക്കെ ആയിട്ട് മെസ്ഡപ്പ് ആയിരിക്കും. അപ്പോൾ ഫ്രണ്ടിലൊരു ഗാർഡൻ പോലെ വേണമെന്നുള്ള. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലോട്ടിൻ്റെ ഈ ചരിവിനെ നമ്മൾ നമ്മുടെ ഇതിന് വേണ്ടിയിട്ട് അഡ്വാൻറ്റേജിന് വേണ്ടി യൂസ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ വീട് അതിനനുസരിച്ച് തന്നെ ടിൽറ്റ് ചെയ്തു. പക്ഷേ റോഡ് ഫേസിംഗ് ആയിട്ട് തന്നെ വീട് ചെയ്തു. കാര്യം ഫ്രണ്ടിൽ നോക്കുമ്പോൾ 3-4 യൂണിറ്റ്സ് ഇങ്ങനെ സ്റ്റാക്ക് ചെയ്തിട്ടുള്ള പോലെ. കാര്യം ഓരോന്നിലേക്കും ഇങ്ങനെ നമ്മുടെ അറ്റൻഷൻ പോകും. അതായത് ഒരു സൈഡ് നിൽക്കുമ്പോഴത്തേക്കും ഇവിടെ ഒരു വേറൊരു ഷെയ്ഡ് പ്രൊവൈഡ് ചെയ്തിട്ടില്ലേ, അതായിരിക്കും ഹൈലൈറ്റ്. ഫ്രണ്ട് നിൽക്കുമ്പോൾ ആ നടുക്കുള്ളൊരു ജാലിയാണ് ഹൈലൈറ്റ്. കയറി വരുന്ന സമയത്ത് അവിടെ വേറൊരു യൂണിറ്റ് ഉണ്ട്, ഒരു പെർഫറേറ്റഡ് ഡിസൈൻ, അതായിരുന്നു ഇതിന്റെ ഹൈലൈറ്റ്. അപ്പം മൊത്തത്തിലൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്റ്റൈലാണ്. അപ്പൊ എങ്ങനെയാണ് അതിലേക്ക് എത്തിയത്? നമ്മൾ ഇനിഷ്യലി നമ്മൾ വിൻഡ് ഡയറക്ഷൻ അല്ലെങ്കിൽ സൺപാത്ത് കാര്യങ്ങളെല്ലാം നോക്കിയിട്ടാണ് വീടിൻ്റെ എലിവേഷൻ ഡിസൈൻ ചെയ്യുന്നതും വീടിൻ്റെ ആ ഒരു വെന്റിലേഷൻ വിൻഡോ എവിടെ കൊടുക്കണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ വിൻഡ് ഡയറക്ഷൻ നമ്മൾ സ്റ്റഡി ചെയ്യുന്ന സമയത്ത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ റൈറ്റ് എക്സ്ട്രീം കോർണറിൽ നിന്നാണ് നമുക്ക് മേജർ വിൻഡ് ഡയറക്ഷൻ വരുന്നത്. അല്ലാതെ മൈനർ വിൻഡ് ഡയറക്ഷൻ ഇതുവഴിയുണ്ട്, അതിനുള്ള വെന്റിലേഷൻ നമുക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഒരു പിവോട്ട് ഹിഞ്ച് വെച്ചിട്ടുള്ളൊരു ഡോസ് പ്രൊവൈഡ് ചെയ്യാൻ കാരണം മാക്സിമം നമുക്ക് ഓപ്പണിംഗ് കിട്ടും. ഫസ്റ്റ് ആ കോർണറിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അതിനെ ഒന്ന് എംപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിനൊരു എലിവേഷനിൽ തന്നെ ഒരു ബോക്സ് ആ ഒരു എഫക്റ്റ് കൊണ്ടുവന്നതും. പിന്നെ ഇതിൻ്റെ ആ ഒരു സ്റ്റാക്ഡ് ആയിട്ടുള്ളൊരു എഫക്റ്റാണ് കൊണ്ടുവന്നത്. ഞാൻ പറഞ്ഞ പോലെ ഒരു 1 point പെർസ്പെക്റ്റീവിലാണ് ഇതെല്ലാം പോയിട്ടുള്ളത്. ഇൻക്ലൂഡിങ് ലാൻഡ്സ്കേപ്പ് തന്നെ ഒരു പെർസ്പെക്റ്റീവിലോട്ട് ചെന്ന് ജോയിൻ ചെയ്യും പോലെയാണ് വന്നിരിക്കുന്നത്. പിന്നെ നടുക്കും ഇത് വെന്റിലേഷൻ മാക്സിമം കയറാൻ വേണ്ടിയിട്ട് ആ ഒരു പെർഫറേറ്റഡ് നമ്മുടെ ഫെറോക്കോൺ ജാളീസ് കൊടുത്തിരിക്കുന്നു. ഇവിടെ വന്നിട്ട് നമ്മുടെ ആ ഒരു യോഗ സ്പേസിന്റെ അവിടെ നമുക്ക് അവിടെ വേറെ വലിയ യോഗ സ്പേസ് ഓപ്പൺ ഏരിയ ആണോ? ഓപ്പൺ ഏരിയ ആണ്. അതിൻ്റെ അവിടെ ഇപ്പുറത്തും റൈറ്റ് സൈഡിലും വെന്റിലേഷൻസ് കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ കോമ്പൗണ്ട് വാളിൽ ഗേറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഗേറ്റിന്റെ പാനൽസ് കൊടുത്തിരിക്കുന്നതല്ല, ഒരു 45 ഡിഗ്രിയിൽ കട്ട് ചെയ്തിട്ടാണ് ചരിച്ചിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. അത് എനിക്ക് തോന്നുന്നു ഈ ഒരു ഇൻക്ലിനേഷൻ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ആ ഒരു വ്യൂസ് കിട്ടുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ പലയിടത്തുനിന്നും വീടിന് ഭയങ്കര വ്യൂ ആണ്. അതെ അതെ. പിന്നെ അതിന് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ആ ചരിച്ച് വെച്ചിരിക്കുമ്പോഴത്തേക്കും നമ്മൾ ശരിക്കും അവിടെ നിന്ന് വരുമ്പോഴത്തേക്കും ഗേറ്റിന്റെ അവിടെ പോയി നോക്കുമ്പോൾ മനസ്സിലാവും അവിടെ നിന്ന് ഇങ്ങോട്ട് വീടിനകത്തേക്ക് ഒരു വ്യൂ ഇല്ല. ചരിച്ചാണ് ഓരോ ഗേറ്റിന്റെ ആ ഓരോ എന്താണ് സ്ട്രിപ്സ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ വിൻഡ് കയറും, വായുസഞ്ചാരം ഉണ്ടോ? അപ്പം പ്രൈവസിക്ക് വേണ്ടി കംപ്ലീറ്റ് അടച്ചു കളയണമെന്ന് നിർബന്ധമില്ല. നമ്മളെ ചെറിയൊരു ടെക്നിക്ക് വെച്ചിട്ട് ആ ഒരു വിഷ്വൽ പെർസ്പെക്റ്റീവ് വെച്ചിട്ട് നമുക്ക് അവിടെ പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണ് ഇവിടുത്തെ ഒരു സിമ്പിൾ ടെക്നിക്ക്. അതുപോലെ കോമ്പൗണ്ട് വാളിലാണെന്നുണ്ടെങ്കിലും ആ ഫെറോക്കോൺ ജാളിയുടെ ഒരു എലമെന്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. ഈ ഇങ്ങനെ ക്ലംസി ആയിട്ട് പ്ലാന്റ്സ് നിൽക്കുമ്പോഴത്തേക്ക്, ക്ലംസി അല്ല, ഐ മീൻ ഓർഡറിലാണ്, പക്ഷെ ഇങ്ങനെ നിറഞ്ഞ് പ്ലാന്റ്സ് നിൽക്കുമ്പോൾ അതിന്റെ ബാക്കിൽ ലൈറ്റ് കൊടുക്കുന്ന ഒന്ന് സേഫ് ആണ്. പിന്നെ ആ ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോൾ ആ ലൈറ്റ് എഫക്റ്റ് നമ്മളിപ്പോൾ ശരിക്കും ഈ പ്ലാന്റ്സും ലാൻഡ്സ്കേപ്പിംഗ് വരുമ്പോഴത്തേക്കും അടിയിൽ നിന്നുള്ള ആ ഒരു ലൈറ്റിങ്ങിന് വേറൊരു, ഞാൻ എപ്പോഴും ഇൻഡയറക്റ്റ് ലൈറ്റിംഗ് അല്ലെങ്കിൽ ഡൗൺ ലൈറ്റ്സ് ആണ് ഞാൻ എപ്പോഴും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വീടിന്റെ അകം കാണാം. തീർച്ചയായിട്ടും. ഫ്രണ്ട് ഡോർ എന്താണ് വുഡ്? ഫ്രണ്ട് തേക്ക് തടി കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ തന്നെയാണ് എല്ലാം ഈ ഫ്രണ്ട് ഡോറും ഫർണിഷിങ്ങും എല്ലാം ചെയ്തേക്കുന്നത്? ഫർണിച്ചർ, വുഡ് വർക്ക് എല്ലാം
കംപ്ലീറ്റ് യൂസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൺസൾട്ടേഷൻ. മൊത്തത്തിലൊരു മിനിമലിസ്റ്റിക് അപ്രോച്ച് ആണ് അല്ലേ, ഫുൾ വൈറ്റ് ആ ഒരു തീമില്. ഈ ക്ലയന്റിന് അങ്ങനെ തന്നെ ഇതുണ്ടായിരുന്നു, കൺസെപ്റ്റ് ഇങ്ങനെ തന്നെ വേണം എന്ന് തന്നെയായിരുന്നു? അതെ, അവർക്കൊരു നീറ്റ് ആൻഡ് സട്ടിൽ ഒരു തീം എന്ന് തുടക്കത്തിലെ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല ഭയങ്കര സ്പേഷ്യസ് ആയിട്ട് ഉള്ളിൽ നമുക്ക് പുറത്തുനിന്ന് കാണുമ്പോഴത്തേക്കും ഉള്ളിലേക്ക് ഇത്രയും സ്പേസ് ഉണ്ടെന്ന് ഫീൽ ചെയ്യില്ല. കാര്യം ഈ ലെങ്ത്തിന് കിടക്കുന്ന പ്ലോട്ട് ആയതുകൊണ്ട് 6 സെൻസ് ആണെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഉള്ളിൽ കയറിപ്പോഴും തീരെയും പറ്റുന്നില്ല. അവർക്കൊരു ഓപ്പൺ കൺസെപ്റ്റ് ആയിരുന്നു താല്പര്യം. അതായത് അവരുടെ ഫാമിലിയിൽ ജസ്റ്റ് ഭയങ്കരമായിട്ടുള്ള പ്രൈവസിയോ അല്ലെങ്കിൽ വീട്ടിനകത്ത് കയറി കഴിഞ്ഞാൽ പ്രൈവസി വേണം. അതുപോലെ ഈ ഒരു വാള് ഇത് വാൾപേപ്പർ ആണ് അല്ലേ? അതെ. ഓ, മറ്റേ ബോർഡ്, മെയിൻ ബോർഡ് എന്നുള്ളിൽ കൺസീൽ ചെയ്തേക്കാണ്. അറിയാത്ത രീതിയിൽ വാൾപേപ്പർ അതിന്റെ മോഡലും കൂടെ പേസ്റ്റ് ചെയ്ത്. വാൾപേപ്പറും ആക്ച്വലി നമ്മൾ പൊതുവെ കൊടുക്കുന്നല്ല, ഇങ്ങനെ ഒരു ഡിസൈൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ കാണുന്നത്. ഈ ഒരു ഇമേജ് വരുന്ന രീതിയിലുള്ളത്. സാധാരണ ടെക്സ്ചർ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസൈൻസ് അല്ലേ പോകുന്ന. പിക്ചറും നൈസ് ആയിട്ടുണ്ട്. ഇതൊരു ട്രോപ്പിക്കൽ ടൈപ്പ് പ്ലാന്റിന്റെ ഈ ഒരു തീം മുഴുവൻ ഒരു മിനിമലിസ്റ്റിക് തീമാണ്. എല്ലാം ഒരു സട്ടിലായിട്ട് കിടക്കുന്ന, വെച്ചാൽ അധികം കളർ കോൺട്രാസ്റ്റോ അല്ലെങ്കിൽ കണ്ണിലടിക്കുന്ന കളേഴ്സൊന്നും അങ്ങനെയില്ല. അപ്പോൾ അതുമായിട്ട് ബ്ലെൻഡായി കിടക്കുന്ന രീതിയിലുള്ള ഒരു വാൾപേപ്പർ പ്ലസ് ഒരു ചെറിയൊരു ആർച്ചിൻ്റെ വർക്ക്സ് കാര്യങ്ങളല്ല. ഇത് ശരിക്കും അൺഅവോയ്ഡബിൾ കോളംസ് ആയിരുന്നു. ഈ 2 കോളംസ് നമുക്ക് ഇതിൻ്റെ പ്രൊഡക്ഷൻ അവോയ്ഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതിനെ നമ്മൾ എഫക്റ്റീവ്ലി ഇതിനകത്തോട്ട് കൺവേർട്ട് ചെയ്തെടുത്താണ്. അതുപോലെ ഈ ഫേർണിച്ചർ പ്രൊവൈഡ് ചെയ്യുമ്പോഴും ടാസ്ക് ആയിരുന്നു അതോ? ഓക്കെ, ഇതിനെല്ലാം ശരിക്കും ക്ലിയർ കട്ട് റിക്വയർമെന്റ്സ് ക്ലയന്റിനുണ്ടായിരുന്നു. ശരിക്കും ക്ലയന്റാണ് ഇവിടുത്തെ താരം. അവർ തുടക്കത്തിൽ തന്നെ ശരിക്കും ആ ഡിസ്കഷൻ തുടക്കം തൊട്ട് അവസാനം വരെ അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. അവർക്ക് ഈച്ച് ആൻഡ് എവറി കാര്യങ്ങൾ സ്പെസിഫൈഡ് ആയിട്ടുണ്ട്. ഇതാണ് ശരിക്കും കസ്റ്റമൈസ്ഡ് ഡിസൈൻ അല്ലെങ്കിൽ കസ്റ്റമൈസ്ഡ് അവരുടെ താല്പര്യം അല്ലെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈലിനനുസരിച്ചിട്ട് വേണമെന്ന് പറയുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ അവർക്ക് ഓപ്പോസിറ്റ് സംസാരിക്കുന്നതിനോടാണ് താല്പര്യം. ഇപ്പോൾ ഇനിഷ്യലി തന്നെ ഡിസ്കഷനിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. ഈ എൽ ഷേപ്പ് സോഫ വേണ്ട, അത് ഓൾമോസ്റ്റ് എല്ലായിടത്തും കണ്ടതാണ്. പിന്നെ അത് മാത്രമല്ല അവർക്ക് ഫേസ് ടു ഫേസ് സംസാരിക്കണം. പിന്നെ കയറി വരുമ്പോഴത്തേക്കും തന്നെ നല്ല റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ഇതുപോലൊരു പടം വയ്ക്കണം, പ്ലസ് ഒരു പ്രയർ സ്പേസിന് വേണ്ടിയിട്ടുള്ളൊരു ഇത് വയ്ക്കണം. പിന്നെ അത് മാത്രമല്ല ഇതൊരു കൺവെർട്ടബിൾ സ്പേസും കൂടെയാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രയർ ഫംഗ്ഷനൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ മുഴുവൻ ഏരിയയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പറഞ്ഞിരുന്നത്. ഒരു മിനിമൽ ആയിട്ടുള്ള ഫോൾ സീലിംഗ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് ഈ സ്പേസിൻ്റെ ആംബിയൻസിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഒരു ടൈപ്പ് ഓഫ് ലൈറ്റിംഗ് സട്ടിലായിട്ട് കൊടുക്കുന്നുണ്ട്. വേറെ ഓവർ ലൈറ്റിംഗ് അല്ല. ഇപ്പോൾ ഇതെല്ലാം കോബ് ലൈറ്റ്സ് ആണ്. അപ്പോൾ ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെല്ലാം ലൈറ്റ് ഇട്ടിട്ടുണ്ട്. പക്ഷേ നമുക്ക് പെട്ടെന്ന് നോക്കുമ്പം കണ്ണിലിങ്ങനെ അടിക്കത്തില്ല, ഡിസ്റ്റർബൻസ് വരത്തില്ല. നമ്മളിവിടെ ഇരിക്കുമ്പോഴും കണ്ണിലിങ്ങനെ മറ്റേ ഈ പ്ലച്ചനെ അടിക്കുന്ന ഇതുണ്ടല്ലോ, അത് നമ്മൾ അവിടെ ചെന്ന് നോക്കണം ലൈറ്റ് ഇട്ടിട്ടുണ്ടോ എന്ന്. പക്ഷേ ത്രോ അറിയുന്നുണ്ട് താഴെ അല്ല. അപ്പോൾ കാമായിരിക്കും ശരിക്കും. അതുപോലെ എത്രയാണ് ഇത് ടോട്ടൽ സ്ക്വയർ ഫീറ്റ്? എത്രയാണ് ടോട്ടൽ സ്ക്വയർ ഫീറ്റ്? 2700 സ്ക്വയർ ഫീറ്റോളം വരുന്നുണ്ട്. ഈ സോഫ സെറ്റും ഒക്കെ മറ്റേ ഫ്ലോറൽ പ്രിന്റ്, ഈ ഒരു കോമ്പിനേഷൻ ഭയങ്കര കസ്റ്റമൈസ്ഡ് ഇതാണ്. ഇപ്പം ഈ പറഞ്ഞ പോലെ ഈ ഫ്ലോറൽ അല്ലെങ്കിൽ ഒരു ട്രോപ്പിക്കൽ ടൈപ്പ് ടച്ച് ആണ് അതുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് പോകുന്ന ടൈപ്പ് സാധനം. പിന്നെ ഇത് വേറൊരു റിക്വയർമെന്റ് ഇവിടെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഫർണിച്ചറിന്റെ ഈ ലെഗ് സ്പേസും ഇതിന്റെ അടിയിൽ ഇതെല്ലാം ഓപ്പൺ ആണ്. ഇപ്പൊ ഇവിടെ തന്നെ ഡൈനിങ് ഒക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ മുഴുവൻ നമുക്ക് സീ ത്രൂ ആയിട്ട് കാണാം. ഒന്നാമത്തെ ഒരു സ്പേഷ്യസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യിക്കും. പിന്നെ അവർക്ക് മെയിൻ്റനൻസിന് എളുപ്പമാണ്, ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ്. ഇതാണ് ഓഫീസ് സ്പേസിലോട്ടുള്ള എൻട്രി. അത് നമുക്ക് പുറത്തുനിന്നും ആക്സസ് ചെയ്യാനുള്ള ഒരു ഫോയർ സ്പേസിലോട്ടാണ് വന്ന് കയറുന്നത്. അവിടെ നിന്ന് ഓഫീസ് സ്പേസിലോട്ട് കയറാം. താഴെ കാർ പോർച്ചിൽ നിന്ന് ഡയറക്റ്റ് ഇങ്ങോട്ട് എൻട്രി ഉണ്ട് വീട്ടിലോട്ട് കയറാം. ഇതാണല്ലേ ആ എൻട്രി? ഓഫീസ് സ്പേസും ചെറിയൊരു സ്പേസ് ആണ്. അതെ, എന്നാൽ ഇത് കൺവെർട്ടബിൾ ആയിട്ടുള്ള ഒരു ബെഡ്റൂം ആക്കി മാറ്റുകയും ചെയ്യും. കൺവെർട്ടബിൾ ആയിട്ടുള്ള ഫർണിച്ചേഴ്സ് കാര്യങ്ങളുണ്ട്. എക്സ്ട്രാ ഒരാളും കൂടെ വന്നു കഴിഞ്ഞാൽ അവരെ കൂടെ അക്കോമഡേറ്റ് ചെയ്യിപ്പിക്കാനുള്ള രീതിയിൽ. എന്നാൽ പ്രൈവറ്റ് ആയിട്ടുള്ളൊരു സ്പേസ് ആണ്. ഫ്രണ്ടിലത്തെ വ്യൂ ആയിരിക്കും അല്ലേ ഈ ഒരു വിൻഡോ? അതെ. വിൻറ്റേജ് സ്റ്റൈൽ ക്ലോക്ക് എല്ലാം ഇതിൽ
അതെ നേരത്തെ പ്രീ പ്ലാൻഡ് ആണെന്ന് തോന്നുന്നു. കുറെ പ്രോപ്പർട്ടീസ് ഇതുപോലെ ഉണ്ട്. ഈ ഒരു ലാമ്പ് അതെ, ഇത് അവരുടെ ആവശ്യമായിരുന്നു. ഈ ഇനിഷ്യൽ ഫസ്റ്റ് വീട് പണിയൊക്കെ തുടങ്ങുന്നതിന് മീറ്റിംഗ് ഇരുന്നപ്പോഴത്തേക്കും ഇവർ ഇതിൻ്റെ ഒരു പിക്ചർ കൊണ്ടാണ് വന്നത്. ബെഡ്റൂം നോക്കാം. യെസ്, ഇത് ബെഡ്റൂംസിനൊക്കെ യൂസ് ചെയ്തിരിക്കുന്ന ഡോർ എന്ത് മെറ്റീരിയലാണ്? ഇന്റീരിയർ ഡോർസ് എല്ലാം WPC ആണ് പൊതുവെ യൂസ് ചെയ്യാറുള്ളത്. കാരണം തടി നമുക്ക് ഒരു സ്പെസിഫൈഡ് തിക്നെസ് അല്ലെന്നുണ്ടെങ്കിൽ തടി എപ്പോഴും പൊളയാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ മറ്റേ അനാവശ്യമായിട്ട് ഇതൊന്നുമില്ല, ഫോൾ സീലിംഗ് ഒന്നുമില്ല, അത്യാവശ്യം നല്ല ഓപ്പൺ ആയിട്ട്. ഇത് വിൻഡോ ആണോ അതോ മറ്റേ വിൻഡോ തന്നെയാണ്? വിൻഡോ ആണ്, അതെ, ലോങ് വിൻഡോ ആയിട്ട്. രണ്ട് ടൈപ്പ് കർട്ടൻ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബെഡ്റൂമിന്റെ സ്പേസ് കുറവാണ്, ഇങ്ങനെ മതി എന്നുള്ളതായിരുന്നു നമുക്ക് കൺസെപ്റ്റ്. കാരണം ഇവരാരും ബെഡ്റൂം സ്പേസ് അധികം ഉപയോഗിക്കുന്നവരല്ല. എപ്പോഴും രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഒരു കോമൺ സ്പേസിൽ തന്നെ ആയിരിക്കും. ജസ്റ്റ് ഒന്ന് കിടക്കുന്ന പർപ്പസ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതൊരു കൺസീൽഡ് സ്റ്റോറേജ് സ്പേസ്. ഇവിടെ തൊട്ട് ഇവിടെ വരെ ഫുൾ വാള് കൺസീൽഡ് ആയിട്ട് അങ്ങ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഒന്നാമത്തെ റീസൺ, നമ്മൾ കയറി വരുമ്പം നമുക്ക് പ്രൊജക്റ്റഡ് ആയിട്ട് നിൽക്കരുത്. ഇതെല്ലാം ഒന്ന് ഒതുങ്ങി ആ ഒരു വോളിൻ്റെ ഇങ്ങനെ കൊടുത്ത് തന്നെ ഇതിനകത്ത് ഒതുങ്ങി അങ്ങ് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും ചെയ്താൽ ആദ്യമായിട്ടാണ് വെന്റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് കാണുന്നത് ബെഡ്റൂംസിൽ. കിച്ചണിൽ പ്രൊവൈഡ് ചെയ്ത് കണ്ടിട്ടുണ്ട് താഴത്തെ റാക്സിലൊക്കെ. പക്ഷെ ബെഡ്റൂമിൽ ഇങ്ങനെ വെന്റിലേറ്റഡ് ആയിട്ട് കാണുന്ന ആദ്യമായിട്ടാണ്. പക്ഷെ അത് കറക്റ്റ് ആണ്. നമ്മൾ യൂസ് ചെയ്ത ക്ലോത്ത്സ് യൂസ് ചെയ്യുമ്പോൾ പ്ലേസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് സ്മെല്ല് കാര്യങ്ങളെല്ലാം അതിനകത്ത് അങ്ങ് നിൽക്കാതിരിക്കാനായിട്ട് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പറ്റും. ഇവിടെ ഒരു വാഷ്റൂമും, അതെ, വാഷ്റൂമും ഒരു മിനിമൽ ആയിട്ടുള്ള, അതെ, രണ്ട് കളർ തീമിന്റെ ഒരു വാഷിംഗ് സ്റ്റോൺ ആണോ അതോ? ഇതൊരു റിക്വയർമെന്റ് ആയിട്ട് അവർ പറഞ്ഞൊരു ഇതായിരുന്നു. അവർക്ക് ഒരു സീറ്റിംഗ് സ്പേസ് അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം തുണി അലക്കാനൊക്കെ നമുക്ക് ജസ്റ്റ് അത്യാവശ്യം ഒന്ന് ഇടിച്ചു പിഴിഞ്ഞൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരു, പൊതുവെ ഇപ്പോഴത്തെ ഒരു കേരളത്തിലെ ട്രെൻഡ് ഒന്നും അങ്ങനെ വാഷിംഗ് സ്റ്റോൺ ഒന്നും അങ്ങനെ ഇല്ല. പക്ഷെ തന്നെ ഇച്ചിരി വലുത് പുറത്ത് ഇവർക്ക് വേണം എന്ന് അങ്ങനെ ഒരു സ്പെസിഫിക് റിക്വയർമെന്റ് ഉണ്ടായിരുന്നു. പിന്നെ ഫിറ്റിങ്സ് എല്ലാം കോളറിന്റെ ഫിറ്റിങ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. രണ്ട് ടോണിലാണ്, ഒരു ബ്രൈറ്റ് ടീ. ഈ ഒരു ഫ്ലോറിംഗ് പാറ്റേൺ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇത് മറ്റേ മൊസൈക്ക്, ഇത് നോർമൽ ടൈൽ തന്നെയാണോ? നോർമൽ ടൈൽ തന്നെയാണ്, പക്ഷേ ഇത് മൊസൈക്കിന്റെ ഒരു അടുത്തൊരു വെർഷനാണ്. ലൈക്ക് ടെറാസ എന്നാണ് അതിനെ പറയുന്നത്. അത് ക്ലോസ്ഡ് സ്പേസ് ആണോ ആ പാറ്റിയോ? ഇതൊരു ക്ലോസ്ഡ് സ്പേസ് ആണ്. അത് നമ്മൾ സെറ്റ് ബാക്ക് സ്പേസും കൂടെ കംപ്ലീറ്റ്ലി യൂട്ടിലൈസ് ചെയ്തെടുത്തതാണ്. പൊതുവെ സെറ്റ് ബാക്ക് സ്പേസ് അങ്ങനെ ഇട്ടിരിക്കുന്നത്. അപ്പൊ ഇത് ഇതിന്റെ എൻഡാണ്. അത് കാണുന്നത് കോമൺ ഡോർ ആണ്. അത്രയും സ്പേസും കൂടെ യൂട്ടിലൈസ് ചെയ്ത്. അപ്പൊ ആ ഡോർ അവിടെ വാഷ്റൂം അവിടെ നമുക്ക് കോമൺ വാഷ്റൂം വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പൊ പൊതുവെ വീടിന്റെ വെളിയിൽ വാഷ്റൂം ഒക്കെ കൊടുക്കാറില്ല എല്ലാവരും. അങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പോൾ ഗസ്റ്റ് ഒക്കെ വരുമ്പോഴത്തേക്കും മഴയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരെ വെളിയിൽ കൂടെ ഇറക്കി അങ്ങ് വിടണം. അപ്പോൾ ഇതാകുമ്പോഴത്തേക്കും വേറെ ആർക്കും ബുദ്ധിമുട്ടില്ല. കോമൺ വാഷ്റൂം ആർക്കും വേണമെങ്കിൽ യൂസ് ചെയ്യാം. പ്ലസ് ഒരു വാഷ് ബേസിനും കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് കൺസീൽ ആയിട്ട്, ഇത് ശരിക്കും ഒരു മൾട്ടി യൂട്ടിലിറ്റി സ്പേസ് ആണ്. അതെ, ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മകൾ ഇപ്പൊ ആക്ച്വലി ഇവിടെ നിന്നാണ് പഠിക്കുന്നത്. ടോസ്റ്റ് എന്നൊരു വിൻഡോ ആണ്, അലുമിനിയമാണ്. അലുമിനിയത്തിന്റെ പ്രീമിയം വിൻഡോസ് ആണ്. എനിക്കൊന്നൊരു 3 ലെയർ ഉണ്ട് അല്ലേ? അത് 3 ലെയർ ഉണ്ട്. അതിൽ ഒരു മസ്കിറ്റോ മെഷ് വരുന്നുണ്ട്. പ്ലസ് അല്ലാതെ തന്നെ നമുക്കൊരു സ്ലൈഡിങ് ഒരു ചാനൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പുറത്തും സ്ലൈഡിങ് ചെയ്യാം. ഈ നടുക്കുള്ള പീസ് ഫിക്സ്ഡ് ആണ്. അതെ. പിന്നെ വാഷ് ബേസിന് ആക്ച്വലി എനിക്ക് ഡൈനിങ്ങിൽ നിന്ന് ഒഴിവാക്കി ചെയ്യണമെന്ന് എനിക്കൊരു, ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അത് പൊതുവേ നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറെ ആരെങ്കിലും വന്നത് യൂസ് ചെയ്യുന്ന സമയത്ത് അതൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡിഫറെൻ്റ് ആയിട്ട് കൊടുത്തു, കുറച്ചൊന്ന് ഒതുക്കി കൊടുത്തു. മൊത്തത്തിൽ കൺസീൽഡ് ആണ് ഇത്. അതെ, കൺസീൽഡ് ആണ്. ഇത് ടൈൽസ് ആണ്, ഒരു ടെക്സ്ചർ വരുന്ന ഒരു ടൈൽസ് ആണ്. ഒരു റഫ് ടെക്സ്ചർ ഉണ്ട്. പിന്നെ അതിനിടയിൽ നമ്മൾ എപ്പോക്സ് ചെയ്തു എന്നുള്ളതാണ്. ആ ഒരു ടാപ്പിനും ഒരു പ്രത്യേകതയുണ്ട്. അതെ, കോളറിന്റെ ഒരു ഹോൺ, മാനിന്റെ കൊമ്പ് പോലെ ഇരിക്കുന്ന ടൈപ്പ് ഇതാണ്. ഇതും കോളറിന്റെ മിറർ കാര്യങ്ങളൊക്കെയാണ്. കളർ തീമിനെ മാച്ച് ചെയ്ത രീതിയിൽ അറേഞ്ച് ചെയ്യും.
ഫെസിലിറ്റിയും സ്റ്റോറേജും വർക്ക് ഏരിയ. അതെ, ഇത് കോട്ട്സ് ആണോ അതോ? അല്ല, ഇത് നാനോ വൈറ്റ് എന്നുള്ള മെറ്റീരിയൽ ഇതിന്റെ ടോപ്പിലിട്ടിരിക്കുന്നത്. ഈ ഒരു കളർ ഭയങ്കര നല്ല കേട്ടോ. ഇത് മാറ്റ് ബ്ലാക്ക്. ഈ മാറ്റ് ബ്ലാക്ക് ഓക്കെ, അതിന്റെ കൂടെ ഈ കൊടുത്തേക്കുന്ന ഒലിവ് കളറാ. എന്താണ് ഈ ഷെയ്ഡ്? ഗ്രീൻ ലാമിന്റെ ഒരു കോമ്പിനേഷനും ഭയങ്കര, അതായത് ഈ ഒലിവിന്റെ കൂടെ മാറ്റ് ബ്ലാക്ക് പോയപ്പോഴത്തേക്കും ഈ ബ്ലാക്കിന്റെ എലമെന്റും ഇതെല്ലാം വന്നിട്ടുണ്ട്. അതൊരു കോൺട്രാസ്റ്റിംഗ് ആയിട്ട്. ഇതിലും ആക്ച്വലി നമ്മുടെ തീം വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ആ ഒരു പാരലൽ അല്ലെങ്കിൽ ഒരു 1 പോയിന്റ് പെർസ്പെക്റ്റീവ്, ആ ഒരു ലൈൻസിന്റെ എല്ലാം ഇതിനകത്ത് ഇവിടെ കൊടുത്തുകൊണ്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു എക്സ്റ്റൻഷൻ ആയിട്ടുള്ളൊരു ഇത് തന്നെ കൊടുത്തിട്ടുണ്ട്. ഫുഡ് കഴിക്കണമെങ്കിലോ ഒക്കെ ആയിട്ട് ഇവിടെ ഒരു കൗണ്ടർ ടോപ്പ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പം മാക്സിമം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 12 സൈസുള്ള വലിയൊരു കിച്ചണിൻ്റെ അതേ സ്റ്റോറേജ് സ്ലാബ് സ്പേസ്, നമ്മൾ സ്ലാബ് സ്പേസ് ആണ് ശരിക്കും നോക്കേണ്ടത്. അതിൻ്റെ തന്നെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൻ്റെ ഒരു ഇതും കൂടെ അപ്പുറത്ത് നിന്ന് വേണമെങ്കിൽ അക്സസ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഒരു പ്രൊവിഷൻ കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതും ഇങ്ങനെ ഒരു സ്പെഷ്യൽ ഇതുപോലെ ഇതൊരു ബാൻസ് ആയിട്ട് ലെവലിൽ അല്ലെങ്കിൽ ഒരു ലാൻഡിങ് സ്പേസ് ആയിട്ട് അവർക്കൊരു സ്റ്റഡി സ്പേസ്, കോമൺ സ്റ്റഡി സ്പേസ്. ഇത് മൂന്ന് പിള്ളേരുടെ മൂത്തയാള് കോട്ടയത്താണ് പഠിക്കുന്നത്. പുള്ളിക്കാരൻ ഇപ്പോൾ ഇല്ല. ജോയും സാറ ഇപ്പോൾ നമ്മളോട് ഉണ്ട്. അവർ രണ്ടുപേരെയും ബെഡ്റൂംസ് ആണത്. അവർക്ക് കോമൺ ആയിട്ടൊരു സ്റ്റഡി സ്പേസ് പോലെ കമ്പോസ് ചെയ്തിരിക്കുന്നതാണ്. അത് കഴിഞ്ഞ് നേരെ ട്രാൻസിഷനാണ്. ആ ട്രാൻസിഷൻ നമ്മളെ താഴത്തെ ഫ്ലോറിൻ്റെ ടെറാസോ ടൈപ്പ് വിത്ത് ആ ഒരു ബാൻഡ്, പിന്നെ ഒരു കംപ്ലീറ്റ് ഒരു വാസ്റ്റായിട്ടുള്ള മൾട്ടിപർപ്പസ് സ്പേസ് ആണ് അവർക്ക് വേണ്ടി. പിന്നെ പക്ഷെ ഭയങ്കര സംഭവമായിട്ടുണ്ട് ഇത്രയും ഈ ഒരു ലോങ് ആയിട്ടുള്ള ഒരു സ്പേസ്. അതായത് ലിവിങ് ആണ് എങ്കിൽ മറ്റേ ബെഡായിട്ട് പോലും അല്ലേ, കിടക്കാം, ഇരിക്കാം, ഓടാം, എന്തും ചെയ്യാം. ഇൻബിൽഡ് സീറ്റിംഗ് സ്പേസ് ഒരുപാട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ആ പ്ലാന്റ്സിന്റെ ഒരു ഈ ഒരു ഔട്ട്ഡോർ പ്ലസ് ഇൻഡോർ ആ രണ്ട് ഫീലും ഒരുമിച്ച് കിട്ടുന്ന ഒരു സ്പേസ് ആണിത്. അതെ. ടേബിളൊക്കെ നെസസിറ്റി പറഞ്ഞിരുന്നതാണ്. പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യമേ ഇവരെല്ലാരും ഭയങ്കര പ്ലേയേഴ്സ് ആണ് കേട്ടോ. സാറും പിള്ളേരാണ് ഇതിന്റെ മെയിൻ ആളുകൾ. ഇതാണ് യോഗ സ്പേസ് അല്ലേ? ഇതാണ് യോഗ സ്പേസ്. ഒരു ചെറിയൊരു സ്വിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മുകളിൽ നിന്ന് ലൈറ്റ് ഇങ്ങനെ വീഴണം, ഇതൊരു ഓപ്പൺ സ്പേസ് ആയിട്ട് ഫീൽ ചെയ്യണമെന്നുള്ള റിക്വയർമെന്റ് ഉണ്ടായിരുന്നു. അപ്പം നമുക്കുണ്ടായിരുന്ന ചാലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ചുമ്മാ ഓപ്പൺ ആക്കി ഇടാൻ പറ്റത്തില്ലല്ലോ, മഴ പെയ്ത് നശിച്ചു പോകത്തില്ലേ തിയേറ്ററൊക്കെ. അതുകൊണ്ട് ഗ്ലാസ് കൊടുത്തു. ഇതിനെ സാൻഡ്വിച്ച് ഗ്ലാസസ് എന്നാണ് പറയുന്നത്. 2 ലെയർ ഓഫ് ഗ്ലാസസ് വരുന്നുണ്ട്. ഇതിനിടയിൽ ഒരു വാക്യൂം സ്പേസ് ക്രിയേറ്റ് ആവുന്നുണ്ട്. അപ്പം നമ്മുടെ മേജർ ചാലഞ്ച് എന്ന് പറഞ്ഞാൽ അവർക്ക് ഗ്ലാസ് വേണം താനും, ഇവിടെ വെട്ടം നല്ലപോലെ വേണം താനും. പക്ഷേ വേറൊരു ചാലഞ്ച് ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഉള്ളതാണ് ഈ ഗ്ലാസ്. അകത്ത് കയറുന്ന ചൂടിനെ പുറത്ത് വിടത്തില്ല, ഭയങ്കര ചൂടായിരിക്കും. അപ്പോൾ ഇത് ബേസിക്കലി നമ്മൾ സാൻഡ്വിച്ച് പാനൽസ് ഇത് ഗ്ലാസ് കൊടുക്കുമ്പോൾ ഒരു 90% എഫിഷ്യൻ്റ് ആയിട്ട് വരാറുണ്ട്. നമുക്ക് 100% എഫിഷ്യൻസി നമുക്ക് ഒരിക്കലും കിട്ടത്തില്ല. പക്ഷെ ആ ഒരു ഡ്രോബാക്ക് കുറച്ച് കുറയ്ക്കാം, ഒരു നെഗറ്റീവ് അല്ലെ, ചൂട് കുറച്ച് കുറയ്ക്കാം. ഇതെന്താണ്? ഈ ഒരു കോമൺ ടോയ്ലറ്റ് ആണ്, വാഷ്റൂം ആണ് ഈ ഒരു ഫ്ലോറിൽ. അതെ, ഈ 2 ബെഡ്റൂംസിന് വേണ്ടിയിട്ട് ഒരു കോമൺ വാഷ്റൂം. ഈ വാഷ്റൂം അത്യാവശ്യം ഭയങ്കര ഹൈറ്റിനാണ് അല്ലേ? അതെ, അത് ഈ ഒരു ഫ്ലോർ ഇപ്പോൾ ഈ ഒരു റൂമിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊരു ഹൈറ്റ് കൂടുതലാണ് കൊടുത്തേക്കുന്നത്. 330 ആണ് നമ്മൾ ഹൈറ്റ് കൊടുത്തത്. അപ്പോൾ ഇതൊരു ബെഡ്റൂം. ഇത് 3 ബെഡ്റൂംസ് ഒരേ ലെയറിൽ ചെയ്തിരിക്കുന്നു. ഇത് മൂത്തയാളുടെ ബെഡ്റൂമാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ റിക്വയർമെന്റ് അനുസരിച്ചിട്ടുള്ള
കാര്യമാണ് ഇതിനകത്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പുള്ളിയുടെ ആ ഒരു ടെക്കാണ് പുള്ളി. അപ്പം അങ്ങനത്തെ ഒരു തീമിലുള്ളൊരു വാൾപേപ്പർ, പിന്നെ പുള്ളിക്കാരൻ്റെ സ്റ്റോറേജ് റിക്വയർമെൻറ്റ് പ്ലസ് ബേ വിൻഡോ. ആ ബേ വിൻഡോ എല്ലാം ഇൻറ്റീരിയറിനകത്ത് തന്നെയാണ് നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ വിത്തൊരു ഫുൾ ലെങ്ത് മിറർ കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതും സട്ടിലായിട്ടുള്ളൊരു ഇതാണ് പുള്ളിക്കാരൻ്റെ ആവശ്യത്തിന്. ഇത് ആവശ്യത്തിനുള്ള സ്പേസ് ഉണ്ട്, ഒട്ടും കൺജസ്റ്റഡും അല്ല, സ്റ്റോറേജും ഉണ്ട്. എനിക്ക് ബോയ്സ് ആകുമ്പോൾ ഒബ്വിയസ്ലി സ്റ്റോറേജ് ഒരുപാട് അതിന്റെ ആവശ്യം വരുന്നുമില്ല, എങ്കിൽ ആവശ്യത്തിനുള്ളത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു സ്റ്റഡി ഡെസ്ക് ഇതാണ് നമ്മുടെ ജോക്കുട്ടന്റെ ഏറ്റവും ചെറിയ ആളിന് ഒരു ചെറിയൊരു ബെഡ്റൂം കൊടുക്കാന്നുള്ളത്. പക്ഷെ എന്നാൽ അത്യാവശ്യം നമുക്ക് എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇത് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോം. ഇതൊരു കോൺക്രീറ്റിൽ തന്നെ നമ്മൾ ചെയ്തെടുത്ത ഒരു ബെഡ് സ്പേസ് ആണ്. നമ്മളൊരു ബെഡ് നമ്മൾ വാങ്ങിച്ചിട്ടില്ല. എന്നിട്ട് ഇതിന്റെ മുകളിൽ ഒരു മാട്രസ് മാത്രം ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ബെഡിന്റെ ഹൈറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റാണ്. എനിക്കൊന്ന് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ഒരു ആക്സ് ചെയ്താലും കുറച്ചുകൂടി സ്റ്റഡി എന്നൊക്കെ ഉള്ള ഒരു കൺസെപ്റ്റ് വരുമ്പോൾ ഈ മുകളിലുള്ളതൊന്നും അവനിപ്പം അക്സസബിൾ അല്ല നിലവിൽ. പക്ഷെ സാറിന് മാഡത്തിന് ഇങ്ങനെ കുറച്ച് റിക്വയർമെന്റുകൾ എന്തെങ്കിലും കൊണ്ട് നമുക്ക് അതിനകത്ത്. പിന്നെ ഇത് ഒരു കൺവേർട്ടബിൾ മറ്റേ ഡോർമെറ്ററി അങ്ങനത്തെ ബെഡ്സും ആക്കാമല്ലോ ഇവിടെ തന്നെ. അങ്ങനെ ഒരു ലെയർ അങ്ങനെയും ചെയ്യാം. പിന്നെ അവനൊരു വാർഡ്രോബ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അവന്റെ പേഴ്സണൽ മെറ്റീരിയൽസ്. ഈ ഡോറ് കമ്പാരിറ്റീവ്ലി കുറച്ച് വലുതുമാണ്. അതെ അല്ലേ? അതെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഈ റൂം ഇപ്പം ഒരു കൺവെർട്ടബിൾ ആയിട്ടുള്ളൊരു തോട്ട് പ്രോസസ്സും കൂടെ ഇതിനകത്തുണ്ട്. നമുക്കൊരു സ്റ്റോർ റൂമായിട്ട് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ടി ടേബിളൊക്കെ നമുക്കിപ്പം എന്തെങ്കിലും ഫോൾഡ് ചെയ്തൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തോട്ട് കൊണ്ടുവയ്ക്കണമെന്നുണ്ടെങ്കിൽ അത് കയറാനും കൂടെ വേണ്ടിയിട്ടുള്ളൊരു ഇതാണ് ഇതിനകത്ത് കണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കൺവെർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി അതാണ് ഇവിടെ ഇത്ര. അതെ. ഇത് നെക്സ്റ്റ് ബെഡ്റൂം അല്ലേ? കയറുമ്പോഴേ ഒരു ഗേർലിഷ് ഫീൽ ഉണ്ട്. മകളുടെ ബെഡ്റൂമാണ്, സാറയുടെ ബെഡ്റൂമാണ്. ഇതും സിമ്പിൾ നീറ്റ് സട്ടിൽ തീമിലാണ്, പക്ഷെ ചെറിയൊരു കളർ കോൺട്രാസ്റ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു ചെറിയൊരു സ്റ്റഡി സ്പേസ്. ഇത് കസ്റ്റമൈസ് ചെയ്ത ഫർണിച്ചറാണ്. പിയാനോ വയ്ക്കാനുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ, പിന്നെ ബുക്സ് വയ്ക്കാനുള്ള സ്റ്റഡി ടേബിൾ, അത്യാവശ്യമുള്ള സ്റ്റോറേജ് സ്പേസ്. സാറയുടെ റൂമിൽ വാഷ്റൂം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു വാക്ക്-ഇൻ വാർഡ്രോബ് വിത്ത് ഫുൾ ലെങ്ത് മിറർ വിത്ത് ഒരു അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ്. ഇതിനും സെയിം തീം തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ടൈൽസ് വേസ്റ്റേജ് വരില്ല. 4 ബാത്റൂം ഉണ്ടെങ്കിൽ 4 ടൈൽ വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. മറ്റേ ടൈല് ഇതിന്റെ കട്ട് വേസ്റ്റേജ് എല്ലാം നമുക്ക് അവിടെ എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാം. ശരിയാണ്. ഒരു റഫ് ടെക്സ്ചർ ആണ്, മാറ്റ്. ഒരു ആർക്കിടെക്ചർ ചെയ്തിരിക്കുന്നതാണ്. എങ്ങനെയാണ് ഈ ഒരു എലിവേഷനിലേക്ക് വന്നതെന്നുള്ള ഒരു പിക്ടോറിയൽ റെപ്രസെന്റേഷൻ നമുക്ക് നോക്കാം. നമ്മൾ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സെഗ്മെന്റിലേക്ക് പോകുന്നത്. നമുക്കതൊന്ന് കാണാം. ഇപ്പം ഏത് വീട് ഡിസൈൻ ചെയ്താണെങ്കിലും ഇപ്പം എന്താണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു ഇനിഷ്യൽ തോട്ട് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ സ്കെച്ചിങ്ങിൽ കൂടെയാണ്. നമുക്കിതിൻ്റെ ഒരു സോണിങ് ഡെവലപ്മെൻറ്റ് എന്ന് പറയും. ഞാൻ ഇതിൻ്റെ ഒരു എങ്ങനെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് ഞാനൊന്ന് കാണിച്ചു തരാം. ഇപ്പം നമുക്ക് പ്ലോട്ടിൻ്റെ ഒരു ഘടന കിടക്കുന്നത് ഇങ്ങനെയാണ് കിടക്കുന്നത്. പിന്നെ പ്ലസ് നമുക്കൊരു ഫ്രണ്ടിൽ ഒരു ചെരിവുണ്ട്. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്ന വീട് നമുക്ക് ഫ്രണ്ടിലോട്ട് ഫേസ് ചെയ്ത് തന്നാൽ മതി എന്ന രീതിയിൽ ഇങ്ങനെ എടുത്തു. ലൈക്ക് ഒരു 4.5 നമുക്ക് ഓൾമോസ്റ്റ് ഇവിടെ കിട്ടുന്നുണ്ട്, ഈ ഒരു പോർഷനിൽ കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് മിനിമം സെറ്റ് ബാക്ക് നമുക്ക് 3 മീറ്റേഴ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനിഷ്യൽ നമ്മുടെ ഈ മുറ്റം വരുന്ന ഈ പോർഷനിൽ നമ്മൾ സിറ്റ് ഔട്ട് പ്ലസ് എൻട്രി നമ്മൾ കൊടുക്കാമെന്ന് നമ്മൾ പ്ലാൻ ചെയ്തു. ഓക്കെ. പിന്നെ ഇവിടെ ഈ ഒരു പോർഷനിൽ തന്നെയാണ് നമ്മൾ കിച്ചൺ കാര്യങ്ങളെല്ലാം നമുക്ക് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കിച്ചണിൽ നിന്ന് നമുക്ക് ഫ്രണ്ടിലോട്ട് നമുക്കൊരു വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ഈ സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ നേരെ നമ്മുടെ ലിവിങ് സ്പേസിലോട്ട് നമ്മൾ കയറുകയാണ്. ലിവിങ് സ്പേസാണ് ഇതൊരു നമ്മുടെ ഡൈനിങ് സ്പേസിലോട്ട് കയറുകയാണ്. പ്ലസ് ഇതാണ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തെടുത്തേക്കുന്ന നമ്മൾ ഔട്ടർ പാറ്റിയോ ഏരിയ. അപ്പോൾ ഇങ്ങനെ ഔട്ടർ പാറ്റിയോ ഏരിയ കൊടുക്കുമ്പം ഇവിടെ വോള് അബട്ട് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും ഒരാളിപ്പം നമ്മൾ കോമ്പൗണ്ടിലോട്ട് വരികയാണെങ്കിൽ അയാളുടെ
ഓവറോൾ സർക്കുലേഷൻ ശരിക്കും പറഞ്ഞാൽ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ പെട്ടെന്നൊരു ആക്സസിബിലിറ്റി, പിന്നെ ക്യാമറ ഒക്കെ ആണെന്നുണ്ടെങ്കിലും പെട്ടെന്നൊരു നമുക്ക് ഇത്രയും പോർഷൻ കവർ ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും. മറ്റേ ഒരാൾ കയറി കഴിഞ്ഞാൽ ചുറ്റും ഒരു ആക്സസ് കിട്ടാൻ പാടില്ല. അങ്ങനൊരു തോട്ട് പണ്ടാണ് ഈ ശരിക്കും ചുറ്റും നടക്കുന്ന ഒരു കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഒരു ഡൈനിങ് വരുന്നു, പിന്നെ നമ്മളിവിടെ ഒരു മാസ്റ്റർ ബെഡ്റൂം, നമ്മൾ ഈ ഒരു പൊസിഷനിൽ നമ്മൾ മാസ്റ്റർ ബെഡ്റൂം ഡെവലപ്പ് ചെയ്തിരിക്കുന്നു. പ്ലസ് നമ്മളിവിടെ ആണ് കാർ പാർക്കിങ്ങിനുള്ള പ്രൊവിഷൻ നമ്മളിവിടെ കണ്ടിരിക്കുന്നത്. പ്ലസ് ഇവിടെ ഒരു ലാൻഡ്സ്കേപ്പിംഗ് കാര്യങ്ങളെല്ലാം ഇവിടെ. എന്നിട്ട് ബാക്കി കിട്ടിയ ലെഫ്റ്റ് ആയിട്ടുള്ള സ്പേസിൽ നമ്മളൊരു ഓഫീസ് സ്പേസും കൂടെ നമ്മൾ കൊടുത്തു. ഇതൊരു കൺവേർട്ടബിൾ ബെഡ്റൂം ആക്കി. അപ്പോൾ ഇവിടെ നിന്നാണ് എൻട്രി. ഈ എൻട്രി ഇതാണ് ഒരു ഫോറസ്റ്റ് സ്പേസ്. ഈ കാർ പാർക്കിംഗ് ഇവിടെ ചെയ്തിട്ട് ഇവിടെ നിന്ന് നമ്മൾ നേരെ ഈ ഫോറസ്റ്റ് സ്പേസിൽ കയറുന്നു. അവിടെ നിന്ന് ഓഫീസിലോട്ട് കയറാം. ഇപ്പോൾ പ്രൈവസി ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തു. മഴ കൊള്ളാതെ കയറി നേരെ നമുക്ക് ലിവിങ് സ്പേസിലോട്ട് വരാം. കാർ ഇവിടെ ഇട്ടിട്ട് നോർമൽ എൻട്രി നമുക്ക് ഇവിടെ ഈ സിറ്റ് ഔട്ട് വഴി കയറാം. ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ മെയിൻ ഇവിടെ ഒരു ചെറിയൊരു വിക്കറ്റ് ഗേറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നടക്കാൻ പോകണമെങ്കിലോ ഒക്കെ ഇതുവഴിയാണ് ഇറങ്ങി പോകുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ നല്ല രീതിയിലുള്ള ഗാർഡനും മുറ്റവും കാര്യങ്ങളും ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് ആക്ച്വലി മൊത്തത്തിൽ ഈ ഒരു യൂണിറ്റ് ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് കണക്ട് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ കയറുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ക്ലംസി ഫീൽ ഇല്ല. ഇപ്പൊ ഈ വരച്ചിരിക്കുന്ന പോലെ ഇങ്ങനെ കണക്ഷൻസ് ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ ഇത് ഭയങ്കര പ്രോപ്പറായിട്ട് സ്റ്റാക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് ഫീൽ ചെയ്യും. കോളംസ് ഒഴിവാക്കി മാക്സിമം സ്പേഷ്യസ് ആയിട്ട് കിട്ടുന്ന ഏരിയനെ കുറച്ച് വലുതാക്കി എടുത്താണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു ഹോളിൽ തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്കൊരു 6 സെൻറ്റിനകത്തുള്ളതാണെന്ന് പറയത്തില്ല. പക്ഷേ മൊത്തം എൻ്റെ ഏരിയ ഡെവലപ്പ് ചെയ്തുകൊണ്ട് എന്നാൽ എല്ലാ ഫങ്ഷണാലിറ്റി കാര്യങ്ങളും നടക്കുകയും ചെയ്യും. ഈ ബെഡ്റൂമിനാണെന്നുണ്ടെങ്കിലും സംതിങ് ഇൻട്രസ്റ്റിംഗ്, അവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും തന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് സ്പേസിലോട്ട് ഇറങ്ങി അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ. അപ്പോൾ നമ്മുടെ കൂടെ ഈ ഫുൾ വീടിൻ്റെ A to Z കാര്യങ്ങൾ ചെയ്ത തലർ ഡിസൈൻ സ്റ്റുഡിയോയുടെ ഹോൾ ടീം നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ ആനന്ദ് തന്നെ ഓരോരുത്തരെയും ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇവരാണ് തലർ ഡിസൈൻ സ്റ്റുഡിയോയുടെ മെമ്പേഴ്സ്. ഇവരുടെയൊക്കെ അധ്വാനവും കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു വർക്ക്സും കാര്യങ്ങളുമാണ് ശരിക്കും ഈ വീട് ഇങ്ങനെ ഒരു രൂപത്തിലായി വന്നത്. ഇത് അരവിന്ദ് എസ് കെ എൻ്റെ ബ്രദറാണ്. നമ്മുടെ ടെക്നിക്കൽ സപ്പോർട്ടെല്ലാം കക്ഷിയാണ്. ഇത് ആർക്കിടെക്ട് കീർത്തി നമ്മുടെ ടീം ഹെഡാണ്. എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവന്ന പുള്ളിക്കാരിയാണ്. ഇത് ആർക്കിടെക്ട് നിലീന എൻ്റെ വൈഫാണ്, നമ്മളിവിടെ വർക്ക് ചെയ്യുന്നത്. ഇത് ആർക്കിടെക്ട് അഭിജിത്ത്, പുള്ളിക്കാരനെ മിന്നൽ എന്നാണ് അറിയപ്പെടുന്നത്. എന്ത് കാര്യങ്ങളും വേഗത്തിൽ ചെയ്തു തീർക്കുന്ന ഒരു വ്യക്തിയാണ്. ഇത് ആർക്കിടെക്ട് അമൽ കസ്റ്റമറിനെ ഡീൽ ചെയ്യാൻ അല്ലെങ്കിൽ ക്ലയൻറ്റിന് എന്ത് സംശയം ഉണ്ടെങ്കിലും അമലിനെ അപ്രോച്ച് ചെയ്തത് ഭയങ്കര അപ്രോച്ചബിൾ ആണ് അമൽ. ഇത് ആർക്കിടെക്ട് ലിറിക്സ്, പെർഫെക്ഷനിസം ആണ് പുള്ളിക്കാരി. ലിറിക്സ് റയർ നെയിമാണ്. ഈ ഹോൾ ടീമിൻ്റെ ഒരു ഹാർഡ് വർക്കും ആ ഒരു വർക്കിൻ്റെ കൺസിസ്റ്റൻസിയും പെർഫെക്ഷനും ഭയങ്കരമായിട്ടും റിഫ്ലക്റ്റ് ചെയ്യുന്നൊരു വീടാണ് ഈ ഒരു വീട്. ഭയങ്കര സട്ടിലായിട്ട് നമുക്ക് ഈ വീട്ടിൽ കയറുമ്പോൾ തന്നെ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണ്. അപ്പം നമ്മുടെ ശരിക്കും ഇവിടുത്തെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ആ ഒരു അപ്രോച്ചിൽ നിന്ന് തന്നെ നിങ്ങളുടെ ആ ഒരു വർക്ക് എത്രത്തോളം നല്ലതാണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. മറ്റൊരു വീടിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.